ഹായ് 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 ഹായ്. അപ്പോൾ ഈ ലൈവ് ഞാൻ ഇടുന്നത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ പരിപാടിക്കൊന്നും വലിയ പരിപാടി ഗ്രാഹ്യമില്ല, സമയമില്ല. അതുകൊണ്ട് ചുമ്മാ ഞാൻ ഈ ലൈവായിട്ട് ചെയ്തിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ പിന്നീട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. തുടക്കം നമുക്കിങ്ങനെ ഒരു സാധനം കേൾക്കാം. മക്കളെ നമുക്ക് നല്ല കമന്റ്സ് ഇട്ട് കൊടുക്കാം. ഇവന് കുറച്ച് എത്ര നന്നായിട്ട് ജാസ്മിൻ ഗെയിം കളിച്ചാലും പറയും ഇവൻ പറയില്ല. എല്ലാവരും അപ്പോൾ അതായത് ഇത് ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എൻ്റെ ഒരു കോ കണ്ടസ്റ്റന്റ് ആയിരുന്ന ജാസ്മിൻ്റെ PR ഗ്രൂപ്പിൽ നടന്ന ഒരു കോൺവെർസേഷനാണ്. അതായത് എൻ്റെ ഏത് വീഡിയോ, എൻ്റെ ഏത് പോസ്റ്റ് വന്നാലും അതിൻ്റെ താഴെ ഇപ്പോൾ വന്ന് കമൻ്റ് ഇടുക, എന്നെ കുറ്റം പറയുക, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വീട്ടുകാരെയും എൻ്റെ അച്ഛനെ വയ്യായികേനെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെയും കുറ്റപ്പെടുത്തുക, എൻ്റെ ഫാമിലി ലൈഫിനെ പറ്റി കുറ്റം പറയുക, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കിടന്ന് കുറച്ചധികം ദിവസമായിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്ന സമയം തൊട്ട് അതിൻ്റെ അടിയിൽ കിടന്ന് ഓടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു റിവ്യൂ നടത്താൻ പോവുകയാണ്. ഇത് ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ, നേരത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ റിവ്യൂ എന്ന് പറയുന്നത് ഞാനൊരു റിവ്യൂവർ, ഓക്കെ, റിവ്യൂവറിന് ഗെറ്റപ്പ് ചേഞ്ച് ഒന്നുമില്ല. ഞാനൊരു റിവ്യൂവറാണ്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന രണ്ട് ആൾക്കാരെ കുറിച്ചാണ്. ഒന്ന് സിബിൻ, ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഭീരുവിനെ പോലെ ഒളിച്ചോടിയ, പേടിച്ചോടിയ സിബിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനും, പിന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരി, ആ ഒരു പോരാളി, സ്ട്രോങ് ലേഡി ഓഫ് ബിഗ് ബോസ് സീസൺ 6 കുറിച്ചാണ് നമ്മൾ, രണ്ട് കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സ്വീകരിക്കുന്നത് സീസൺ 6 എപ്പിസോഡ് 37 ഡേ 26. അപ്പോൾ ആ എപ്പിസോഡിൽ ഒരു ചെറിയ ശകലം നമുക്ക് കാണാം. ജാസ്മിൻ മൈക്ക് ധരിക്കാതെ കിടക്കുന്ന സായി പറഞ്ഞു കൊടുത്തു. അതിനുശേഷമുള്ള സീനാണ് കേട്ടോ. സീനാണ് നോക്കിക്കൊള്ളാം. അതായത് ഈ സീൻ നടക്കുന്നത് എന്നെ കാണാൻ പറ്റുമോ? ഈ സീൻ നടക്കുന്നത് ലാൽ സാറിന്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് കേട്ടോ. ഒന്നുകൂടെ ഓക്കെ. സായിയുടെ ഐറ്റം പൊട്ടിയിട്ടുണ്ട്. പരിപാടി നടക്കൂല, ജിൻഡോട്ടൻ പറയുന്നു. താൻ പോടോ, മൈക്ക് ഇടാൻ പറ്റില്ല, എനിക്ക് സൗകര്യമില്ല. അതായത് ജാസ്മിൻ, ഓക്കെ, ഇനി ഞാൻ ഫ്രണ്ട് ക്യാമറ ഇടാം. എവിടെ ഫ്രണ്ട് ക്യാമറ വരൂ. അതായത് ജാസ്മിൻ മൈക്ക് ധരിക്കാതിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മൈക്ക് മാറ്റി വെച്ചപ്പോൾ ക്യാപ്റ്റൻ വന്ന് ഇടപെടുകയാണ്. മൈക്ക് ധരിക്കൂ ജാസ്മിൻ എന്ന് പറയുന്നു. പക്ഷെ ജാസ്മിൻ മൈക്ക് ധരിക്കുന്നില്ല. ജാസ്മിൻ മൈക്ക് മാറ്റി വെച്ചിട്ട് ബിഗ് ബോസുമായി നിസ്സഹകരണം പറഞ്ഞിരിക്കുകയാണ്. അവിടെ മൈക്ക് ധരിക്കാൻ പറ്റില്ല, എനിക്ക് സൗകര്യമില്ല എന്ന് പറയുകയാണ്. ഞാൻ ഇപ്പൊ താഴെ കമന്റ് വരുന്ന തീരെ ഗ്രഡ്ജ് ഇല്ലല്ലോ. എനിക്ക് എന്തിന് ജാസ്മിന്റെ അടുത്ത് ഗ്രഡ്ജ്? എനിക്ക് ഗ്രഡ്ജ് നിങ്ങളോടാണ്. ജാസ്മിനെ വിജയിപ്പിക്കാൻ അഘോരാത്നം പ്രയത്നിക്കുന്ന ജാസ്മിന്റെ PR ടീമിനോട് എനിക്ക് ഗ്രഡ്ജുണ്ട്. നീയൊക്കെ കാണിക്കുന്ന തോന്നിവാസത്തിന് എനിക്ക് ഗ്രഡ്ജുണ്ട് നിന്റെ അടുത്തൊക്കെ. ആ കൊച്ചു അന്തസ്സായിട്ട് അകത്ത് നിന്ന് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ, ആ ഗെയിം നല്ലതാണെങ്കിൽ, അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ആ കുട്ടി വിന്നറാവും. അതിന് നിങ്ങൾ ഈ വെളിയിൽ കിടന്നിട്ട് വെറുതെ ബാക്കിയുള്ളവന്മാരെ നെഞ്ചത്ത് തരണം. നമുക്ക് റിവ്യൂയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ജാസ്മിൻ ഇപ്പോൾ പറയുകയാണ് എനിക്ക് മൈക്ക് ധരിക്കാൻ സൗകര്യമില്ല. ഓക്കെ, വീണ്ടും എനിക്ക് ഭ്രാന്തളവി ഇരിക്കുകയാണ്. വളരെ വളരെ മാന്യമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഒന്ന് പോടെ ഇറക്കുക. എന്ത് മാന്യമായ ഭാഷയാണ്! അതായത് ഈ മിഡിൽ ഫിംഗർ കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മ്ലേച്ഛകരമായ കാര്യമാണ്. പക്ഷെ ഈ ഭാഷ വളരെ സംസ്കാരമുള്ള ഭാഷയാണ്. നോക്കൂ, വളരെ വളരെ വാവ്. അപ്പൊ ഇത് നോക്കൂ, നിങ്ങൾ നോക്കണം. ഇവനെ നിങ്ങൾ നോക്കണം. ഇവൻ എന്ന് പറഞ്ഞ മനസാക്ഷി ഇല്ലാത്ത, ജാസ്മിനോട് വെറുപ്പ് മാത്രമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ സിബിൻ. അവന് ജാസ്മിനോട് വെറുപ്പാണ്. ആ വെറുപ്പുള്ളവൻ എന്താ ചെയ്യുന്നത്? ജിൻഡോ ജാസ്മിനെ ചൊറിയാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ജിൻഡോ ജാസ്മിന്റെ ഒരു മോശാവസ്ഥയിൽ ജിൻഡോ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ സിബിൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ജിൻഡോട്ടാ മിണ്ടാതിരിക്കും, വിട് ജിൻഡോട്ടാ എന്ന് പറയാണ്. അത്രയ്ക്കും വൃത്തികെട്ടവനാണ് ഇവൻ, മനസ്സിലായില്ലേ? മനസാക്ഷി ഇല്ലാത്ത പരമനാറിയാണ്. എനിക്ക് എന്നെ എന്തുകൊണ്ട് പറയാമല്ലോ. ഓക്കെ, വെറുതെ വിട്ടേക്കെന്ന് പറയാണ്. വിടെന്ന് പറയുന്നു. ജിൻഡോ ചേട്ടൻ അത് മനസ്സിലാക്കി വിടുന്നു. എന്ത് മോശമാണ് സിബിനെ, എന്ത് മോശമാണ് സിബിൻ. നിനക്ക് മനസാക്ഷി ഉണ്ടോ സിബിൻ? ഒരു പെൺകുട്ടി ഇങ്ങനെ വയ്യാതെ ഇറങ്ങുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? നിനക്ക് മനസാക്ഷി ഉണ്ടോ സിബിൻ? ഒരു മനസാക്ഷി ഇല്ലാത്തവനാണ് നീ സിബിനെ. അത് മോശമായിപ്പോയി.
ആ കാണിച്ചത്. അപ്പൊ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു നോക്കണം നമ്മൾ കേട്ടാ. ഇത് നടക്കുമ്പോൾ അടിച്ചു കൊടുത്തു. അപ്പൊ ബിഗ് ബോസ് വന്നിട്ട് മൈക്ക് ധരിക്കാൻ പറയുന്നു. ജാസ്മിൻ പിന്നെ മൈക്ക് ധരിക്കുന്നില്ല. ബിഗ് ബോസ് പറഞ്ഞിട്ടും ജാസ്മിൻ മൈക്ക് ധരിക്കുന്നില്ല. ഗായ്സ്, നിങ്ങൾ മനസ്സിലാക്കണം, ജാസ്മിൻ സ്ട്രോങ് ലേഡിയാണ്. സിബിനോട് ഇതുപോലെ ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞിട്ട് സിബിൻ മൈക്ക് ധരിക്കാതിരുന്നില്ല. അവൻ വീക്ക്, അവന് ഇതില്ല, മറ്റേ ശക്തിയില്ല, മെന്റൽ സ്ട്രെങ്ത് ഇല്ല. എന്നാൽ ജാസ്മിന് മെന്റൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞിട്ട് മൈക്ക് ധരിക്കാതെ ഈ കാണിക്കുന്നത്. കണ്ടോ കണ്ടോ, സ്ട്രോങ് കണ്ടസ്റ്റന്റ്. എടാ ഞാൻ കരഞ്ഞു മെഴുകി, സോറി, സിബിൻ കരഞ്ഞു മെഴുകി പുറത്തിറങ്ങി എന്ന് പറയുന്ന ആൾക്കാർ സിബിൻ കരഞ്ഞു മെഴുകി പുറത്തിറങ്ങി. എന്നാൽ ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ട് അകത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവന്മാർ എവിടെടാ ഈ എപ്പിസോഡ് കാണാത്തത്? കണ്ണു പറഞ്ഞ് നോക്കടാ നിങ്ങളുടെ സ്ട്രോങ് ലേഡി കാണിക്കുന്ന. ആ വാവ്, കണ്ടാ ഇത് കണ്ട സ്ട്രോങ് ലേഡി. അത് ഭയങ്കര വിഷമമായിപ്പോയി ജിൻഡോട്ടന്, അത് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പൊ അത് ഭയങ്കര വിഷമമായിപ്പോയി ജിൻഡോട്ടൻ, നമുക്ക് എല്ലാവർക്കും വിഷമമായിപ്പോയി. അപ്പൊ അത് നടന്നെന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ലേഡി, ബിഗ് ബോസിൽ നിങ്ങളിപ്പോ പറയുന്ന സ്ട്രോങ് ലേഡിയാണ് ഈ പറഞ്ഞ ഒരു വിഷയം ഉണ്ടാക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന ഒരാളെ എന്താ ചെയ്യുക? ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കും. അങ്ങനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് ജാസ്മിനെ വിളിച്ചു ട്ടാ. അപ്പൊ കൺഫെഷൻ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് മനസ്സമാധാനമായിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല. അതെന്താ കാണിക്കാത്ത? അതെന്താ കാണിക്കാത്ത? എന്താ കൺഫെഷൻ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ കാണിക്കാത്ത? ഇപ്പൊ ഇവിടെ വന്നിട്ട് ആ മറ്റേ മനസാക്ഷി ഇല്ലാത്ത സിബിൻ ഈ ഗബ്രീൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. സിബിൻ ഗബ്രീനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവൻ വെറും മനസാക്ഷി ഇല്ലാത്തവന്. ജാസ്മിൻ ഇവിടെ എന്തോ പറയുന്നുണ്ട്. ജാസ്മിൻ എന്താ പറയുന്നത് നോക്കാം. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺഫെഷൻ റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ എത്ര നേരം ജാസ്മിൻ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ? ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലേ? എന്താ കാണിക്കാത്ത? നിങ്ങൾ ചിന്തിക്കാത്ത എന്താ കാണിക്കാത്തതെന്ന്? എന്താണ് ജാസ്മിൻ കൺഫെഷൻ റൂമിനകത്ത് നടക്കുന്നത്? നിങ്ങൾ എന്താ കാണിക്കാത്ത? ഇത് ആരെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇതൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്താണ് ജാസ്മിൻ കൺഫെഷൻ റൂമിൽ സംസാരിക്കുന്നത്? എന്തൊക്കെയാണ് ജാസ്മിനോട് കൺഫെഷൻ റൂമിൽ കാണിക്കുന്നത്? ഉണ്ടോ? ആരൊക്കെ പറയുന്നത് ലൈവിലുണ്ടാകും കേട്ടോ. ലൈവ് കാണുന്ന വെറും ഒരു മാക്സിമം പേര് 30,000 പേര് അല്ലെങ്കിൽ 25,000 പേര്, അതിൽ കൂടുതൽ പേര് ലൈവ് കാണുന്നുണ്ടോ? സാധാരണ ജനങ്ങൾ, അതായത് വീട്ടിലിരിക്കുന്ന അമ്മമാരും പെങ്ങന്മാരും ഒക്കെ കാണുന്നത് ഇതുപോലെയുള്ള എപ്പിസോഡ്സ് ആണ്. ഈ എഡിറ്റഡ് 1 മണിക്കൂർ കണ്ടന്റ് ആണ് അവർ കാണുന്നത്. അതിനുള്ളിൽ എന്ത് നടക്കുന്നത് അതേ അവർക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ബാക്കിയൊന്നും അവർക്ക് കാണാൻ പറ്റില്ല. ഇനി നോക്കോ കേട്ടാ, ഇനി വേറൊരു സാധനം ഉണ്ടേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എനിക്ക് എഡിറ്റിംഗ് വലിയ പരിപാടി. ഇത് കേൾക്കോ. അതായത് ജാസ്മിന് വീട്ടിൽ നിന്ന് പോണോന്ന് പറയാണ് ജാസ്മിൻ. ഇത് കോറസ് ആയിട്ട് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് എന്നെ ഇറക്കി വിട്ടത്. ഇതല്ലേ ഞാൻ പറഞ്ഞത്. കേക്ക് കേക്കണം. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അതവിടെ നിർത്താം. അതായത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ പറയുകയാണ് എനിക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട, എനിക്ക് പുറത്തേക്ക് പോകണം, എനിക്ക് പറ്റുന്നില്ല ഇവിടെ പിടിച്ചു നിൽക്കാനെന്ന്. മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിൻ അത് പറയുകയാണ്. എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ്, എനിക്ക് ഇനി വീട് പറ്റില്ല, എനിക്ക് ഇവിടെ ഉള്ളവരെ കാണണ്ട, എനിക്ക് ഇവിടെ പോകണ്ട, പിന്നെ വെറുതെ വിടും ബിഗ് ബോസ്, പുറത്തേക്ക് വിടും. കോറസ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് വിടാതിരുന്നത്. കോറസ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ്. 3 പേര് അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ടാണോ ബിഗ് ബോസ് വിടാതിരുന്നത്? അപ്പം കുട്ടി പറയാണ് എനിക്ക് പുറത്ത് പോകണം, എന്നെ വെളിയിലേക്ക് വിടൂ എന്ന് പറയാണ്. ഇത് തന്നെയല്ലേ ആ മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിനും പറഞ്ഞത് അല്ലേ? ഒട്ടും മെന്റലി സ്ട്രെങ്ത് ഇല്ലാത്ത, ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞൂടാത്ത, മനസ്സാക്ഷി ഇല്ലാത്ത ആ സിബിൻ ഇത് തന്നെയല്ലേ പറഞ്ഞത് പുറത്ത് പോകണം. എന്നിട്ട് എന്താ ചെയ്തേ? അടുത്ത് നോക്കൂ. ഉച്ചയ്ക്ക് 1:20 വരെ ആ വീട്ടിൽ മറ്റൊരു ആക്ടിവിറ്റീസും നടന്നിട്ടില്ല. ഉച്ചയ്ക്ക് 1:30 വരെ ആ വീട്ടിലുള്ള പുതിയ പവർ ടീം പേരെടുത്തു, പുതിയ പവർ ടീം ചാർജ് എടുത്തു, പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു. അവിടെ ഒരു ആക്ടിവിറ്റിയും ആ വീട്ടിൽ നടന്നിട്ടില്ല. ചോറും കറിയും വെക്കുന്ന അല്ലാതെ വേറൊരു ആക്ടിവിറ്റിയും ഈ സമയം വരെ ആ വീട്ടിൽ നടന്നിട്ടില്ല. എന്ത് കാര്യം?
ഇതുപോലെ തന്നെയാണല്ലോ സിബിനും മെന്റലി മറ്റേ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ വീട്ടിന്റെ മൂലയെ മാറിയിരുന്നപ്പോൾ അവിടെ നോമിനേഷൻ നടത്തി. അവിടെ ലാലേട്ടൻ മറ്റേ നമ്മുടെ AI ലാലേട്ടനെ കൊണ്ടുവന്നു. അവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. മെന്റലി സ്ട്രോങ് അല്ലാത്തവനായതുകൊണ്ടാണ് അവൻ മെന്റലി അവനെ നമ്മൾ കൺസിഡർ ചെയ്യാനേ പാടില്ല. എന്നാൽ ജാസ്മിൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് സ്തംഭിക്കും. നിങ്ങൾക്ക് അറിയില്ല അത്. കാരണം എന്താണെന്നറിയോ? ഷീ ഈസ് വെരി സ്ട്രോങ്. എനിക്ക് വിഷമമുണ്ടോ? അതുപോലെ തന്നെ അവൻ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്കും വിഷമമുണ്ടോ? അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇടവും വലവും നിന്ന് ജാസ്മിനെ ഉപദേശിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഇനി എനിക്ക് കൂടുതൽ ഞാൻ ഇതിനെ കുറിച്ച് ഇനി വിശദമായി ഞാൻ പോകുന്നില്ല. ഇപ്പോഴും ജാസ്മിൻ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ജാസ്മിൻ എന്നിട്ട് കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. ജാസ്മിൻ അവിടെ കിടക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. ജാസ്മിൻ ഉറങ്ങാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു വിഷയം എന്ന് പറയുന്നത് നിരാഹാരം. മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിരാഹാരം കിടന്നു. ഇവര് ഇപ്പൊ ഈ ജാസ്മിൻ പിന്നെ എന്താ ചെയ്തത്? ഭക്ഷണം നല്ല വയറു നിറയെ കഴിച്ചിട്ടാണ് പോയി കിടന്നത്? ഇല്ല, ജാസ്മിനും ഭക്ഷണം കഴിച്ചിട്ടില്ല, നിരാഹാരം കിടന്നു. നിരാഹാരം കിടന്ന ജാസ്മിൻ ഭക്ഷണം കഴിക്കുന്ന സമയം, പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ജാസ്മിൻ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, ഇത് എന്റെ സമയമല്ല, ബിഗ് ബോസ് തന്നെ പറയുന്നത്. 36 ദിവസം വൈകുന്നേരം 5:05 ജാസ്മിൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, വൈകുന്നേരം 5:05 രാവിലെ തൊട്ട് വൈകുന്നേരം 5 മണി വരെ നിരാഹാരം നടത്തി ആ വീട്ടിൽ ഒരു കാര്യത്തിനും സഹകരിക്കില്ല എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിനകത്ത് കയറിയിരുന്ന ജാസ്മിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് 5 മണി വരെ ആ വീട്ടിൽ ഒരു ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല. എന്നിട്ട് 5:05 അവരെ എന്നാ കൺഫെഷൻ റൂമിനകത്ത് സംസാരിച്ചത്? എന്താണ് സംസാരിച്ചത്? നമുക്കറിയില്ല. എന്താ നിങ്ങൾ കാണുന്ന, ഞാൻ മാത്രമല്ല, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് അഭിജിത്ത് ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പറയുന്നു നിങ്ങൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻസ് ആണ്. അപ്പൊ എന്താ നടന്നത് അവിടെ? എന്താ സംഭവിച്ചത് അവിടെ? നിങ്ങൾ പറ. സഹകരിക്കാത്ത ആളല്ലേ മൈക്ക് മാറ്റി വെക്കുന്നേ? സഹകരിക്കാത്ത ആളല്ലേ ലിവിംഗ് റൂമിൽ വന്നിരിക്കാത്തത്? അതിന്റെ അർത്ഥം സഹകരണം എന്നാണോ സഹോദര? അല്ല, അവര് സ്ട്രോങ് ആണ്. അത് സ്ട്രോങ് മനസ്സിലായില്ലേ? പിറ്റേ ദിവസമാണ് നിങ്ങൾക്ക് ഒരു ഗുരുവില്ലായിരുന്നു. എക്സാക്ട്ലി എന്നെ ഉറങ്ങാനാണ് പറഞ്ഞത് ഡോക്ടർ. ഞാൻ ഒന്നും പറയുന്നില്ല. 36 ദിവസം വൈകുന്നേരം 5:20 വരെ ആ വീട്ടിൽ ഒരു ആക്ടിവിറ്റി നടന്നിട്ടില്ല. 5:20 വരെ ആ ആക്ടിവിറ്റിയിൽ എന്താ നടന്നത്? ആ വീട്ടിൽ എന്താ ആക്ടിവിറ്റി നടന്നത്? 5:20 വരെ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ മെന്റലി സ്ട്രോങ് അല്ലാത്ത, ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞൂടാത്ത, മനസ്സാക്ഷി ഇല്ലാത്ത ആ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ വിഷമിച്ച് ആ മുക്കി പോയി ബീം ബാഗിൽ ഇരുന്ന സമയത്ത് ഇവിടെ നോമിനേഷൻ നടക്കുന്നു. ഇവിടെ 50ാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് AI-യിൽ ലാൽ സാർ വരുന്നു. അങ്ങനെ വീട്ടിൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു. എന്നാൽ സിബിൻ ആ മൂലയിൽ വിഷമിച്ച് മാറിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് വിഷമിച്ച് മാറിയിരുന്നപ്പോൾ, അത് എന്ത് കാരണം കൊണ്ടെന്ന് പോലും അറിയില്ല അവർക്ക്, അവര് തന്നെ ചെയ്ത കാരണമാണ് കേട്ടോ. ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് അടിച്ചേപ്പിക്കുന്ന സാധനമല്ല, അവര് തന്നെ ചെയ്ത ഒരു കൺഫ്യൂഷൻ കാരണം. വേട്ടയാടേണ്ട എന്തിനാ? ഞാൻ ജാസ്മിനെ പറഞ്ഞെടുത്തോട്ടെ. അപ്പൊ അങ്ങനെ ഒരാള് മാറിയിരുന്നപ്പോ, അവരൊരു വിഷമം കൊണ്ട് മാറിയിരുന്നപ്പോ ആ വിഷമം തീർക്കുന്നത് വരെ ആ വീട്ടിലുള്ള 19 പേർക്കും ഒരു വിലയില്ല. ജാസ്മിനാണ് അവിടെ എല്ലാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് മാത്രമാണ്. അതായത് എപ്പിസോഡ് 37 ഒരു കണ്ടന്റ് മാത്രം എടുത്താൽ ഞാൻ പറയുന്നത്. ഞാൻ ജാസ്മിനെ, എനിക്ക് ജാസ്മിനോട് ഒരു ഹേറ്ററും ഇല്ല. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാം, എനിക്ക് ജാസ്മിനോട് ഒരു വെറുപ്പുമില്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് അവസാനമായി കൺഫെഷൻ റൂമിലിരുന്ന് നോമിനേഷൻ ഡേയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്: എനിക്ക് ജാസ്മിനോടും ഗബ്രിയോടും എനിക്ക് ആരോടും ഒരു എതിർപ്പില്ല. എനിക്ക് എതിർപ്പ് പുറത്തുള്ള മറ്റു ചിലരോടാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ നിന്ന്. എനിക്ക് ജാസ്മിനോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യമില്ല. പക്ഷെ നിങ്ങൾ, ജാസ്മിന്റെ PR ടീം, എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്, ജാസ്മിന്റെ പൈസ മേടിച്ചിട്ടാണോ മേടിക്കാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല. PR ടീം, നിങ്ങൾ കുത്തിയിരുന്ന് എന്നെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ കൂട്ടുകാരെയും ടാർഗറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതും, ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്നതും, റീല് ചെയ്യുന്നതും, കമന്റ് ഇടുന്നതും, നിങ്ങൾ എന്നെ എന്ത് വേണോ പറഞ്ഞാൽ ഞാൻ കേൾക്കും. പക്ഷെ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ സുഹൃത്തുക്കളെയോ നിങ്ങൾ നുള്ളി നോവിപ്പിച്ചാൽ ഞാൻ നോയിക്കൊണ്ടിരിക്കില്ല. അപ്പൊ എനിക്ക് ഈ PR ടീമിൽ അംഗങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പരിപാടി, ഈ ആർക്ക് വേണ്ടിയാണോ ഈ മൂന്നാംകിട പരിപാടി കാണിക്കുന്നത്, എനിക്ക് അയാളെ അറിയാവൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ ഗെയിമിനെയാണ് പറയുന്നത്. ഞാൻ അയാളുടെ പേഴ്സണലായിട്ട് അയാളുടെ ഒരു കാര്യത്തെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. അയാൾ ഗെയിമിൽ എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്.
നിങ്ങൾ ഇത്രയും സ്ട്രോങ് എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരാള് എന്തുകൊണ്ട് സ്ട്രോങ് ആയി? ആ വീട്ടിൽ അയാൾക്കെതിരെ ഗെയിം കളിച്ച ഒരാൾ ഇപ്പൊ ആ വീട്ടിലുണ്ടോ? അവരൊക്കെ ഓഡിയൻസിന്റെ വോട്ട് കൊണ്ടാണ് പുറത്തേക്ക് വന്നത്. എന്തുകൊണ്ട് ഗബ്രി പുറത്തുപോയി? ജാസ്മിന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്രി പുറത്തു പോയത്. ഗബ്രി തനിയെ ഇറങ്ങി കൊടുത്താണോ? നിങ്ങൾ പറ. അപ്പൊ ഞാൻ ഇങ്ങനെ അക്കമിട്ട് എപ്പിസോഡ് നമ്പർ 1 മുതൽ നിങ്ങൾക്ക് അറിയാൻ കൃത്യമായിട്ട് ഈ സീനൊക്കെ എവിടെയാ തുടങ്ങിയത്. ഒരു ഫോൺ കോൾ ആ വീട്ടിനുള്ളിലേക്ക് വന്ന അപ്പത്തൊട്ടാണ്. അന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അത് ഈ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനല്ല, ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി പേർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മിണ്ടുന്നില്ല ഞാൻ. മനസ്സിലായില്ലേ? ജാസ്മിൻ ഗെയിം കളിക്കൂ. ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കൂ. ജാസ്മിൻ വിജയിക്കൂ. ജാസ്മിൻ ഈ ബിഗ് ബോസ് സീസൺ 6 ചാമ്പ്യനായി തിരിച്ചിറങ്ങി വരൂ. എല്ലാവിധ ആശംസകളും. അത് ജാസ്മിന്റെ ഗെയിം നല്ലതാണെങ്കിൽ നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും, അല്ലാതെ മറ്റുള്ളവന്മാരെ നെഞ്ചത്ത് ചോട്ടിയിട്ടല്ല. ഈ പാവപ്പെട്ട ജിൻഡോ ചേട്ടനെ നിങ്ങൾ ആലോചിക്കണം. സംസ്കാരമായ ഭാഷ ഞാൻ കാണിച്ചൊരു ആംഗ്യത്തിന്റെ പുറത്താണ് എന്നെ എന്തോരം ചെയ്തെന്നറിയോ? ഈ ജിൻഡോ ചേട്ടനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ടെന്നറിയോ? എന്തൊക്കെ പ്രായം ഒരു വിഷയമല്ല, ശരി, എന്നാലും ഊളെ, മരവൂളെ, മറ്റവനെ എന്താണ്, ഷൊട്ടൻ, കരിഞ്ഞ മത്സ്യകന്യകൻ, ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ജയിലിലിട്ട് ജിൻഡോ ചേട്ടനെ അടിച്ചു. തിരിച്ചായിരുന്നെങ്കിലോ? ഇന്നിപ്പോ ജാസ്മിന്റെ കഴുത്തിൽ ഇങ്ങനെ എന്തോ തട്ടിയതിന്റെ പേരിൽ അവിടെ മഞ്ഞക്കാർഡ്, നീലക്കാർഡ്, റേഷൻ കാർഡൊക്കെ കൊടുത്തില്ലേ? ആധാർ കാർഡ് എല്ലാം കൊടുത്തില്ലേ? ജാസ്മിനെതിരെ എന്താ മോളെ ജാസ്മിനെ അടിച്ചു. അപ്പോ എന്താ പറയാ, ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഹെർ സപ്പോർട്ട് ഓൺലി ഇൻ ലാസ്റ്റ് 2 weeks. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഇപ്പം PR ടീം ഇറങ്ങിയിട്ടുണ്ട്. ജാസ്മിനെ നന്നായി വെള്ളഭൂഷണം ശ്രമിക്കുന്നുണ്ട്. അതായത് ഹൗസിനുള്ളിൽ ഇപ്പൊ കയറിയ സാബു ചേട്ടനാണെങ്കിലും ശ്വേത മേനൻജി ആണെങ്കിലും എന്താ പറഞ്ഞേ, അവര് ഹൗസിനുള്ളിൽ ജാസ്മിൻ ഇങ്ങനെ പറയുമോ? ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു അകത്ത് കണ്ടസ്റ്റൻസിനെ കയറ്റി വിട്ടിട്ട് അങ്ങനെ പറയിപ്പിക്കുവോ? അങ്ങനെ പറയാവോ? ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ജാസ്മിൻ യു ആർ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ്. അങ്ങനെ ചെയ്യാവോ? അങ്ങനെ ചെയ്യിപ്പിക്കാവോ? ശരിയാണോ? അല്ലെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയർ ചെയ്യാവോ? എഡിറ്റിൽ വിടാവോ? ദാറ്റ് ഇസ് ആക്ച്വലി നമ്മൾ എന്താ പറയാ, നമ്മൾ വെളിയിലുള്ള ജനങ്ങളെ സ്വാധീനിക്കുകയാണ്. സീസൺ 1 വിന്നർ വന്നിട്ട് പറയാണ്, ജാസ്മിൻ യു ആർ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ്. അത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണ്? എന്റെ ചോദ്യം അതാണ്. അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? അതെ, ഇപ്പൊ ഋഷിയെ ചീത്ത പറഞ്ഞു. ഞാനിപ്പം എനിക്കൊരു കമന്റ് വന്നു, ഋഷിയെ ചീത്ത പറഞ്ഞു. ഋഷിനെ ഇപ്പൊ എന്തിനാ ചീത്ത പറഞ്ഞു? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അടി വിടി എന്നൊക്കെ വിളിച്ചെന്ന് പറയും. എടി എന്ത് പിന്നെ നടിയെന്നല്ലാതെ പിന്നെ നമ്മൾ എന്ത് വിളിക്കും? അപ്പൊ എടിയെന്നല്ല നമ്മളിപ്പോ എന്താ വിളിക്കുക? എടി ഇപ്പൊ ഇവിടെ ആരാ എടിയെന്ന് വിളിക്കാത്ത ആരാ ഉള്ള വീട്ടില്? ഇപ്പതാ ഞാൻ പ്ലേ ചെയ്ത വീട്ടിൽ ജാസ്മിൻ എന്താ വിളിച്ച ജിൻഡോനെ? നിങ്ങൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. പക്ഷെ മറ്റുള്ള ഒരാൾ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ജാസ്മിൻ വിന്നർ ആവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജാസ്മിൻ വിന്നർ ആവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് എനിക്കൊരു കുഴപ്പമില്ല. ബിക്കോസ് ഫോർ മീ ബിഗ് ബോസ് ഇസ് ഓവർ. എനിക്ക് ബിഗ് ബോസ് തീർന്നു. ഞാൻ ബിഗ് ബോസ് നിന്ന് പുറത്തേക്ക് വന്ന നിമിഷം തൊട്ട് തന്നെ എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ സംസാരിക്കുമ്പോഴും ഇന്റർവ്യൂവിൽ പോകുമ്പോഴും അവർക്ക് തന്നെ അറിയാവുന്ന ബിഗ് ബോസ് വഴിയാണ്. അപ്പോൾ അവർ ബിഗ് ബോസിന്റെ ചോദ്യങ്ങളെ ചോദിക്കും, ഞാൻ അതിനെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഈ ജാസ്മിനെതിരെ ഗ്രഡ്ജും പിടിച്ചുകൊണ്ട് എനിക്ക് അതിന് മാത്രമൊന്നും ഇല്ല. ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ മേഖല വേറെയാണ് സഹോദര. ബിഗ് ബോസ് കഴിഞ്ഞു. എനിക്കിനി എന്റർടൈൻമെന്റ് അതാണ് എന്റെ മേഖല. അത് നല്ല വൃത്തിയായിട്ട് അന്തസ്സായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള PR ടീമുകൾ ദയവ് ചെയ്ത് എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ചീത്ത പറയുന്ന പരിപാടി നിർത്തുക. അത് എന്നെ നിങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കണ്ണടയ്ക്കും. പക്ഷെ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ മകനെയോ എൻ്റെ കൂട്ടുകാരെയോ പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല സഹോദരന്മാരെ, ഞാൻ റിയാക്ട് ചെയ്യും. ഇനി അക്കമിട്ട് എപ്പിസോഡ് നമ്പർ 7 മുതൽ പറയാനാണ് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസ്. അതിനാണെങ്കിൽ അക്കമിട്ട് തന്നെ പറയും. PR ടീം സഹോദരങ്ങളെ, ജാസ്മിൻ ചേച്ചി ജയിപ്പിക്കാൻ നോക്ക്. വെറുതെ എൻ്റെ അണ്ണാക്കിയിട്ട് കുത്തം വരല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, സമാധാനം. എൻ്റെ തിരുവനന്തപുരം അണ്ണാ, നിങ്ങളൊക്കെയാണ് എൻ്റെ പ്രചോദനം അണ്ണാ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എന്താ പറയാ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇനിയും എപ്പിസോഡിന്റെ ബാക്കിയുണ്ട്, നിങ്ങളിരുന്ന് കാണണം. ഹോട്ട്സ്റ്റാറിലുണ്ട് എപ്പിസോഡ് 37 കണ്ടാൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ നടന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടന്നിട്ടുണ്ട്.
മനസ്സിലായില്ലേ? ഡെയിലി എത്ര പ്രാവശ്യം, ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കൺഫെഷൻ റൂമിൽ ജാസ്മിൻ പോകുമെന്നും ജാസ്മിന് വരുന്ന എഴുത്തുകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ബാറ്ററി നേരെ നിരിക്കൂ, അല്ലെങ്കിൽ ഡ്രസ്സ് വരാൻ വൈകും എന്നുള്ള മെസ്സേജൊക്കെ ആയിരിക്കും. എന്തായാലും ജാസ്മിന് മാത്രമേ അവിടെ ലെറ്ററുകൾ വരാറുള്ളൂ.